ഇവിടെ ഇത് സ്പൈഡർമാൻ ഒന്നും അല്ല, വേറെന്തോ സാധനമാണ്. എല്ലാ പവറുണ്ട്, വെനം പഞ്ചുണ്ട്, ഇലക്ട്രോയുടെ പവറുണ്ട്. എൻ്റെ പൊന്നെ, അവൻ്റെ അയൺമാനും തോറും കൂടെ അടിക്കുന്ന അടി. ഓക്കെ, ആൾട്ടും ഇതും തീ സാധനം, മ്യൂസിക്കൊക്കെ വെച്ചിട്ട് രോമാഞ്ചം. വെൽക്കം ബാക്ക് ടു സ്പൈഡർമാൻ 2 പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് വലിയൊരു ഫൈറ്റിൻ്റെ ഇടയിലാണ് നിർത്തിയത്. ഇപ്പോൾ നമുക്ക് നേരെ ആ ഫൈറ്റിലോട്ട് തന്നെ പോകാം, വീഡിയോയിലേക്ക് പോകാം. കമോൺ ലെറ്റ്സ് ഗോ. പീറ്ററും സാൻഡ്മാനായിട്ടുള്ള അടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് സ്പൈഡർമാൻ, അതായത് മൈൽസ് മൊറാൽസും സാൻഡ്മാനായിട്ടുള്ള അടിയാം. ലെറ്റ്സ് ഗോ. ഒരു വാടത്തടിയും കിട്ടി. ഇതൊക്കെ നമുക്കുണ്ടാ വിഷയം. നോക്കിയോ, എങ്ങനെയൊക്കെ അടിച്ചാലും നമ്മൾ ഒഴിഞ്ഞു മാറും. വലയിടുന്നുണ്ട് കേട്ടോ, വലയിടാൻ പറ്റും. ജീനൊക്കെയാൽ മതി, വലയിടാൻ പറ്റുന്നുണ്ട്. എഫ് ബാ നേരത്തെ എഫിക്ക് മുക്കി. മൈ ഗോഡ്, അതായത് പീറ്ററിലെ കണക്കല്ല ഈ ബ്ലാക്ക് സ്പൈഡർമാന് മറ്റേ വെനം പഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പവർ വരും. നോക്കി, തീ നൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ഒടുക്കത്തെ പവർ അത്. നൈസ്. ദൂരം ഇല്ല, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നൈസായിരുന്നു. വലയ്ക്ക് ടൈമുണ്ട്, 10 വല കണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂൾ ഡൗൺ കഴിഞ്ഞാൽ വലയിടാത്തുള്ളൂ. വല മൂത്തത്തെ എപ്പോഴും എങ്ങനെയാണ് ഇപ്പോൾ അടിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ അടിക്കണമായിരുന്നു തോന്നുന്നു. ഇതൊക്കെ പറയണ്ട ആദ്യമേ. തുപ്പുന്നേ. ഓ, കറക്റ്റ് കിട്ടും. വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ആ മര്യാദയ്ക്ക് താഴെ വന്നാൽ മതിയായിരുന്നു. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയത്. അടി കിട്ടി. ഒരു പ്രോബ്ലം നമുക്കുണ്ടാ പേടി, നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. വാ, കൊടു. ഇതിലെങ്കിലും ഞാൻ സക്സസ്ഫുള്ളി എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കുന്നു. അയ്യോ, അടിച്ചോ. 1 2 3 കോംബോ ഫൈറ്റൊക്കെ അടിക്കാൻ പറ്റുള്ളൂ എന്നത്. നൈസ്. ഇവനടിക്കുമ്പോൾ വാട്ടർ ടാങ്ക് കിട്ടിയിട്ടുണ്ട്. പിടിച്ചോ. വെള്ളം വീഴുമ്പോൾ വീക്ക് ആവുന്നുണ്ട് കേട്ടോ. ബൂം. ഇലക്ട്രിക് പവർ രക്ഷയില്ല. പിടിച്ചാ താണ്ട പോകുന്നു, എടുത്തെറിഞ്ഞറാ. അപ്പൊ പിന്നെ ഓക്കെ, ബൈ. ഞാൻ അപ്പുറത്തെ ജില്ലയിലെത്തി. ഇനിയിപ്പോൾ 2 ദിവസം കേട്ട് വരാം പീറ്റർ അടിയോട്ടെ അവരുമായിട്ട്. ഫ്രീന്ന് കണ്ടാ മോനെ, ഒരു രക്ഷയില്ല. വലയിന്ന് പിടിച്ച് വലിഞ്ഞു വന്നേക്കുന്നത്. നൈസ്. ഒഴിഞ്ഞു മാറുന്നത് നൈസ്, മ്യൂസിക് നൈസ്. സാൻഡ്മാൻ്റെ ലൈഫ് പകുതിക്ക് താഴെ ആയിട്ടുണ്ട്, തൂക്കാൻ പറ്റും. ഒരൊറ്റ ഫൈറ്റ് മതി ഇവനെ തൂക്കാനായിട്ട്. പാടാ. 1 2 3 പൊക്കോ. നൈസ്. 2 സ്പൈഡർമാൻ ഉണ്ട്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ സ്പൈഡർമാൻ അല്ലെങ്കിലും സാധാ മനുഷ്യനാണെങ്കിൽ പോലും ഞാൻ എന്നെ കൊല്ലും. ഞാൻ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല കേസ്, അങ്ങനെ നമ്മളെ ശരിക്കും അറിയത്തില്ല. വലയിടുന്ന പരിപാടി കൊള്ളാം കേട്ടോ, ഇഷ്ടമായി. ഈ പീറ്ററിനെ വെച്ചോണ്ട് ഇട്ട് നോക്കണം. പീറ്ററിന് എനിക്ക് ആ സ്വിച്ച് ഏതാണെന്ന് അറിയാത്തായിരുന്നു. നമ്മൾ പീറ്ററിനെ വെച്ചാൽ അത് ഇട്ടില്ലായിരുന്നു. അതൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതെടുത്ത് അടിക്കാവനാ. ഇവിടെ കൊടു. എന്തുകൂടാ ഇത്, പവർ നോക്കിയേ. സ്പൈഡറിനെ തന്നെ ഇത്. സൂപ്പർമാനെ കണക്കവൻ്റെ കണ്ണി കൂടെ അടിച്ച് തലയുടെ ബേക്കിൽ കൂടെ ഇറങ്ങിപ്പോയി. നൈസ്. ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും പവർ ഉണ്ടായിരുന്നു. മണ്ടലുള്ള വെള്ളം എടുത്തിട്ട് അവനെ തോപ്പിക്കാന്നാണ് പറയുന്നത്. 10,000 ഗാലൻസ്, ഇത്രയും വാട്ടർ കപ്പാസിറ്റി ഉണ്ട് അതിനകത്ത്. കപ്പാസിറ്റി പോലുള്ള മോനെ വെള്ളം വേണ്ടേ. ഓക്കെ, ഓടിയിട്ട് അത് ആൾട്ടേക്കണം. അത് കിട്ടി, പ്രശ്നമല്ല. കുന്നിപ്പഴിച്ച 3 നമ്മൾ 2ാമത്തിൽ റെഡി ആയിട്ടുണ്ട്. എന്ത് സംഭവം എന്നൊക്കെ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. നമുക്കപ്പോൾ ഇനി വാട്ടർ ടാങ്ക് എടുത്ത് അവൻ്റെ മുഖത്തോട്ട് അടിക്കണം. അതിനാണ് ഇപ്പോൾ മണ്ടലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്തറിയോ, സാൻഡ്മാൻ ആണെങ്കിൽ മിനിറ്റ് കഴിയും തോറും വലുതായി വരും. എന്ത് കൊല്ലു, ബിൽഡിങ്ങിനേക്കാളും വലുതായി. നൈസ് ഗെയിമെന്ന് വെച്ചാൽ നൈസ്. എനിക്ക് ഫാർ ക്രൈ ഫ്രാമിലായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഗെയിം. ഇപ്പോൾ ഇതാണോ എന്ന് സംശയമുണ്ട്, അത്രയ്ക്കുണ്ട് ഗ്രാഫിക്സ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാ പിന്നെ സാൻഡ്മാൻ്റെ രൂപത്തിൽ വന്നു. നേരത്തെ പീറ്ററിന്റെ മുന്നിൽ വന്ന് പേടിപ്പിച്ചു, ഇപ്പം എൻ്റെ മുന്നിൽ ഒന്ന് പേടിപ്പിക്കാൻ നോക്കണം. ആരടാ നീ? ഓക്കെ, മാർക്കോ ഭയങ്കര ബ്രോക്ക് ആയിട്ടിരിക്കുക. അതാണ് ഈ ഫൈറ്റൊക്കെ ഇറക്കി വിടുന്നത്. ഇലക്ട്രിക് പവർ, വെനം പഞ്ച്, 4-5 പേരൊക്കെ. പീറ്ററിന് ഈ പവർ ഒരു ഇത്ര പവറില്ല. ദിസ് ഈസ് യുവർ ഫോക്കസ് പവർ, ഹീൽ പ്ലസ്. ഓക്കെ, 1 ഞെക്കിയാൽ ഹീലാവുന്നാണ് പറയുന്നത്. ഓക്കെ, ഹീലായി. നൈസ്. അല്ലെങ്കിലും ഒടുക്കത്തെ പവറാണ് മൈൽസ് മൊറാൽസിൽ. ഇപ്പോൾ അതിൻ്റെ കൂടെ ഹീലും കൂടെ ആയി കഴിഞ്ഞാലോ. വലയിടുമ്പോൾ നിൽക്കുന്നുണ്ട് അവന്മാർ. നാണമാണോ ഇടമിലൊക്കെ, നാണമാണോ? ഇവിടെ ഇപ്പം കിട്ടിയാനത് ഇതിലേക്ക് പഠിക്കാൻ നോക്കണം. പീറ്റർ വെച്ച് കൊറോണത്തിന് ഞാൻ തൂക്കിയതാ. ഇനിയിപ്പം മൈൽസ് മൊറാൽസ്, നമ്മളെ ബ്ലാക്ക് സ്പൈഡർമാൻ വെച്ച് നോക്കട്ടെ. മൈൽസ് മൊറാൽസ് എന്ന് പറയാൻ പാടാം, നമുക്ക് ബ്ലാക്ക് സ്പൈഡർമാൻ എന്ന് പറയാം. ഇതൊക്കെ എങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? നൈസല്ല.
സ്പൈഡർമാൻ ആക്ഷനൊക്കെ സൂപ്പർ. ഐ ലൈക്ക് ഇറ്റ്. കുറെ നേരമല്ല ഞാൻ ഈ ചോട്ടുകൾ അടിക്കുന്നത്. എടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. അപ്പോഴും കിട്ടി. ആറി പൊക്കം മര്യാദയ്ക്കും അല്ലെ മര്യാദയ്ക്ക് ചത്തോ. അത് ആ വെനമ്പഞ്ച് വേസ്റ്റ് ആയി ഗൈസ്. രക്ഷപ്പെട്ടളഞ്ഞു. ഉമ്മാരെ ഇടിച്ചിടിക്കാൻ മടുത്തു. ഇക്ലിയാവുന്നവന് വലയിടുമ്പോ ചത്തോ. കഴിഞ്ഞ തീർന്നെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫൈറ്റിലോട്ട് തുടങ്ങാം. പാവട പീറ്റർ സാൻഡ്മാനായിട്ട് വൻ അടി കിടക്കാണ് അവിടെ. എനിക്ക് പിള്ളേരായിട്ടുള്ള അടിയല്ലേ ഉള്ളൂ. ഭാഗ്യം ബിൽഡിങ് മണ്ടേ കൂടെ വീണില്ല. എന്തോ ബ്ലോക്കായിട്ട് നിന്ന് ലൈഫും ഇല്ല. ഹീൽ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ ചെയ്യാം ഹീൽ ചെയ്യാം. ഓക്കെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. സ്പൈഡർമാനായിട്ട് കിടന്ന് പോകണണ്ട. നൈസ്. വേറെ ഏത് ഗെയിമിൽ വേറെ ഏത് ക്യാരക്ടർ ആണെങ്കിലും പട്ടാളക്കാരൊക്കെ പോകും. സ്പൈഡർമാൻ മാത്രം ഇങ്ങനെ പോകും. അതാണ് സ്പൈഡർമാൻ. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്. മോറിക്ക് ഭാഗ്യം. വിചാരിച്ച് പിന്നെ വന്ന് പിടിച്ചു വന്നു. പിന്നെ ഈ ചോട്ടാള് ഫ്രസ്ട്രേറ്റഡ്. അതേപോലെ ആക്ഷൻ ഫൈറ്റ് നൈസ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇവന്റെ പവർ ഒരു രക്ഷയില്ല. പീറ്ററിനെ വെച്ചാണ് എല്ലാവരും ഇടിച്ച് തന്നെ കൊല്ലണം. ഇതിനകത്ത് വെനം പഞ്ചുണ്ട്, ആക്ഷൻ പഞ്ചുണ്ട്. നൈസ്. മോറൽ സിറ്റി. ഇവന്മാരെ കൊല്ലാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ചവിട്ടി വെളിയിൽ കളയാ ഞാൻ കേട്ടാ. നല്ല ഫണ്ണായിട്ടുണ്ട് ഗൈസ്. എന്നാ പിടിച്ചോ. വരുന്നതിന് മുന്നേ കടിക്കുക. അയ്യോ ആ 2 ഞെക്കി കഴിഞ്ഞാൽ സൂപ്പർ അടി അടിക്കും കേട്ടോ. നൈസല്ലേ. ഒരു ചവിട്ടിനെ ഉള്ളൂ. അവനൊക്കെ വേഗം ചാവുന്നുണ്ട്. മണലായിട്ട് പിന്നെയും വരുന്നതാണ് ഞാനുള്ളത്. ഓക്കെ അവിടെ പൈപ്പ് തുറന്നിട്ട് വെള്ളം വീണപ്പോൾ അവന്മാരെ പരിപാടി എല്ലാം കഴിഞ്ഞു. അതിടാ ചോട്ട പിള്ളേർ അടിച്ചടിച്ച് ഞാൻ മരിച്ച്. അത് കിട്ടി. നമുക്ക് അത്ര ഉണ്ടോ എന്നെ അടിക്കാൻ. അയ്യോ 4 പേര് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാവൻ. ആൾക്കാർ കൂടി വരികയാണ്. കിട്ടട്ടെ. അവന്മാരെ ഇവിടെ തീർത്താൽ തീരുമായിരിക്കും. കുറെ നേരമായി ഫൈറ്റ് എടുക്കുന്നു. ചാവും മോനെ. ഇടയ്ക്ക് വെച്ച് വരുന്ന ഒരു ആക്ഷൻസ് ഒക്കെ നൈസ് കേട്ടോ. അത് 3 വട്ടം നമ്മളൊരു സ്വിച്ച് ചെയ്യുമ്പോൾ ഒറ്റ ആക്ഷൻ അല്ല, 3 തരത്തിലുള്ള ഫൈറ്റാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാധാരണ അത് അങ്ങനെ കിട്ടാറില്ല. പീറ്റർ അവിടെ ഉണ്ട്. കണ്ണാടി പോയി കണക്കിന് ഇടി കിട്ടി. ഇനി ഇവന്മാർ കുറെ നേരമായി ഇവന്മാരെന്ന് അടിച്ചോ. സ്റ്റൈലിഷ് ഇടേ. നൈസ്. കഴിഞ്ഞ പ്രതിമേട്ടിക്കഥ ചത്തോ ഞാൻ ഒന്നും പറയത്തില്ല. ഈ റൂഫ് ടോപ്പ് വലിച്ചെടുത്ത് അതറാ ഈ വെള്ളം എടുക്കണമെന്നല്ലേ നമ്മൾ ആദ്യമേ പറഞ്ഞത്. ആ വെള്ളം അതാ മണ്ടയിലുണ്ട്. ഓക്കെ വെള്ളം കുടിക്കാൻ പോവാണ്. മണ്ട അതിൻ്റെ അടുത്ത് മാറി നിൽക്കണ്ടേ. അയ്യോ സ്പൈഡർമാൻ ഇപ്പൊ തിന്നേരാവേ. അതാ വെള്ളം വീണിട്ടുണ്ട്. കഴിഞ്ഞ് മണ്ടത്തരല്ലേ കാണിച്ച്. എന്താ പറയാ, നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് വെച്ചാ. ആ വെള്ളത്തിൻ്റെ അടുത്ത് പോരുന്നവൻ അറിഞ്ഞൂടെ പ്രശ്നമാണെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ബുദ്ധി ഇല്ലാതായാലേ മറ്റൊക്കെ ജയിക്കാൻ പറ്റുള്ളൂ. ഏത് അവന്നിട്ട് ചുഴലിക്കാറ്റായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മണൽ വേറെ ഉണ്ടല്ലോ. ആ ഒരു ചെറിയ ടാങ്ക് വേണമെന്നും പറഞ്ഞ് മാർക്കോനൊന്നും പറ്റത്തില്ല. അതാ ഇനിയിപ്പോൾ എന്താണോ വലയിടാനായിട്ട് ബിൽഡിങ്ങും ഇല്ല. വെബ് വിങ്സ്. നൈസ്. ഇവിടെ എല്ലാം ഉണ്ടോ അതിനകത്ത്. മറ്റേ സ്പൈഡറിനെ കുത്തുന്ന സാധനം ഉണ്ട്, വെബ് വിങ്സ് ഉണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറക്കാനും പറ്റും ഇതിനകത്ത്. എങ്ങനെ ആലോചിക്കായിരുന്നു വെള്ളത്തിന്റെ മണ്ടേ കൂടെ ബിൽഡിങ്ങിലെല്ലാം എങ്ങനെ വലയിടുന്നതോ. പറന്നു പോകുന്നു. നൈസ്. സാൻഡ്മാൻ പിന്നെ അവിടെ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ മണലായി. ഇച്ചിരി വെളിച്ചം കിട്ടിയതായിരുന്നു. അപ്പോഴേക്കും പിന്നെയും മണലായിട്ടുണ്ട്. ഒഴിഞ്ഞു മാറാൻ കുറെ ഉണ്ടാവും. നോക്കട്ടെ. വിട്ടോ. ചെറുതായിട്ട് ഷോക്കം കണ്ട് കിട്ടി. എത്തിയില്ല ഇതുവരെ അങ്ങ്. ആർക്കും നൈസ് കേട്ടോ. വെറൈറ്റി പവറൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പീറ്റർ എവിടെ പരിപാടി ഏൽപ്പിച്ചാൽ ഇത് തന്നെ അവസ്ഥ. അടുത്തെത്തിയപ്പോഴേക്ക് ഇടി. മോറൽസിന്റെ ഇടിയാണെങ്കിൽ അവനെ കൊണ്ടുവരാ. പീറ്റർ അതാരടാ. ഇവിടെ ഇത് സ്പൈഡർമാൻ ഒന്നും അല്ല, വേറെന്തോ സാധനമാണ്. എല്ലാ പവറുണ്ട്. വെനം പഞ്ചുണ്ട്, ഇലക്ട്രോയുടെ പവറുണ്ട്. മോറൽസ് എന്തോ ഇത്ര പവർഫുൾ. എനിക്ക് ഇലക്ട്രോ വന്നതാണോ അത്? മോറൽസ് ഒന്നും ചെയ്തില്ലല്ലോ. അതെന്തുപറ്റി അവൻ താനെ ചത്തത്? ഓക്കെ ഇവന്മാരെ കൂടെ അടിച്ച് തോപ്പിക്കണം.
അതാണ് സംഭവം. മാർക്കോടെ പവർ ഇത്രയും വലുതായിട്ട് ഇരിക്കുന്ന കാരണം ഭയങ്കര ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം അടുത്തുള്ളതൊക്കെ ഇലക്ട്രിസിറ്റി അടിച്ച് തകരുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവന്മാരിതെങ്ങാണ്ട് വെച്ചിട്ട് എന്താ പറയുക, ഷോർട്ടിൽ അടിക്കാനൊന്നും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇവന്മാരിതെല്ലാം കൂടെ വെച്ചിട്ട് അവരെ ഓവർ പവർ ആക്കിയിട്ട് ബാറ്ററി പൊട്ടിത്തെറിപ്പിക്കുന്നതൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള പ്ലാനാണ്. സാൻഡ്മാനെ കൊല്ലുന്നതാണ് ഇലക്ട്രോണെ കൊല്ലുന്ന പോലെ സാൻഡ്മാനെ കൊല്ലാൻ പോകുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതാ മാർക്ക് അവിടെ ഉണ്ട്. കമാൺ, ഇവന്മാരെ ഇലക്ട്രിസിറ്റി ആയിട്ട് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ എനർജി മാർക്കോടെ നേരെ കൊടുക്കും. വാ വാ, ഇവന്താണ് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഓരോന്ന് വാരി എറിയുന്നത്. ഇങ്ങോട്ട് ബാഡ് മോണി, ഇത്ര സൈസുള്ളപ്പോൾ ഇതിനെ അടിക്കാൻ എന്ത് എളുപ്പമാണെന്നാ. വലയിട്ടിട്ടുണ്ടെന്ന് എത്തിയിട്ടുണ്ട്. എത്തി കറങ്ങി. പീറ്ററിന് പിന്നെ ഇലക്ട്രിസിറ്റി എത്തി. പക്ഷെ മോറൽസിന് മിന്നലടിച്ചാൽ കുഴപ്പമില്ല. ബ്ലാക്ക് സ്പൈഡർമാന് മിന്നലടിച്ചാലും വലിയ പ്രശ്നമില്ല. പീറ്ററിന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. കണ്ട, ബ്ലാക്ക് സ്പൈഡർ ഇലക്ട്രിസിറ്റി കൊണ്ട് പവർഫുൾ ആവുകയാണ്. ഇവനെ ഇനി എങ്ങനെയാണോ അടിക്കാൻ പോണത്? ബാ, ഫ്രെയിം നോക്കടാ, പൊളി. എൻ്റെ പൊന്നെ, അവൻ്റെ അയൺമാനും തോറും കൂടെ അടിക്കുന്ന അടി. ഓക്കെ, ആൾട്ടും ഇതും അതൊക്കെ തീ സാധനം. മ്യൂസിക്കൊക്കെ വെച്ചിട്ട് രോമാഞ്ചം. നൈസ്. സാൻഡ്മാനെ തോപ്പിച്ച് നേരെ കടലിലോട്ട് വീണത് അടിപൊളി. അയൺമാനും തോറും കൂടെ നിന്ന് അടിക്കുന്ന ഫൈറ്റിന്റെ ഫീൽഡ് സൂപ്പർ. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷയില്ല. ഫസ്റ്റ് തന്നെ ഗെയിം ഒരു രക്ഷയില്ല, പൊളിച്ചു. ഇതെന്താ മസ്റ്റ് പ്ലേ എന്നൊക്കെ പറയാലോ, അത്രയും. എല്ലാവരും ഒരുവണെ കളിച്ചിരിക്കണം. എൻ്റെ എല്ലായിടത്തും മണലാണെന്ന്. നീന്തിപ്പോണണ്ട സ്പൈഡർമാൻ. വെള്ളത്തിൽ വീണാൽ ചാടാൻ പറ്റൂലേ? എന്തേലൊക്കെ ആവട്ടെ. അങ്ങനെ ഇത്രയും നേരം നീണ്ടു നിന്ന സാൻഡ്മാനുള്ള ഫൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. വെറുതെ കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ വളരെ ശക്തവും വ്യക്തവും സാഹസികവുമായി നമ്മൾ സാൻഡ്മാനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ചു. ഇനിയിപ്പോൾ മണലില്ലാത്ത അവന് വലുതാവാൻ പറ്റൂല. എന്താ സൈലൻസ്? വാട്ട്? സാൻഡ്മാൻ അല്ല സഹായം വേണ്ടത്, സ്പൈഡർമാനാണ് സഹായം വേണ്ടത്. അവർ നിന്നെ തേടി വരുമ്പോഴെന്ന് പറഞ്ഞത്. അത് ആരാണ് സ്പൈഡർമാനെ തേടി വരാൻ പോണത്? ട്വിസ്റ്റ്. കഥ തുടങ്ങി ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞിട്ട് ട്വിസ്റ്റ്. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. 6 months ago. ഓക്കെ, പിന്നെ നേരെ നമ്മൾ കാട്ടിലോട്ടെത്തി. ഇത് കാണുമ്പോൾ എനിക്ക് അൺചാർട്ടഡ് ആണ് ഓർമ്മ വരുന്നത്. ഇതാരടാ? ഇപ്പം ഞാനിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. വൈദ്യുതി ഇതിനകത്ത് ക്രേവനാണ് വില്ലൻ. ക്രേവൻ്റെ എൻട്രൻസ് ആണെന്ന് തന്നെ മെയിൻ വില്ലൻ്റെ എൻട്രൻസാണ്. സൂപ്പറായിരിക്കും, നോക്കിക്കോ. അയ്യോ, ഇതാണ് ക്രേവൻ. ഹൈ ബാസ് ബൂസ്റ്റഡ് വോയിസ്. നൈസ്. എടാ മോനെ, മ്യൂസിക് നോക്കാം. ഇവനാണ് അപ്പം മെയിൻ വില്ലൻ. ക്രേവനാണത്. അതാ ക്രേവൻ. ഇത്രയും നേരം ഇവന്റെ പിറകെ ഇവനെ വാച്ച് ചെയ്ത് ഇവനുണ്ടായിരുന്നു. മറ്റവന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലാന്ന്. കൈവച്ച് തന്നെ കഴുത്തിൻ്റെ എല്ലാം ഒടിച്ചറാ. നൈസ്, നല്ല കാമ്. നൈസ് വില്ലൻ. എനിക്ക് അത്ര പറയാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ ക്യാരക്ടറാണ് എനിക്ക് പണ്ടൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വേറെ പൈസയ്ക്ക് വേണ്ടിയൊന്നും അല്ല ഫൈറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഫോർ ഫണ്ണാണെന്ന് തോന്നുന്നുണ്ട്. ഇവൻ്റെ ഈക്വലിനെ കണ്ടുപിടിക്കാൻ നോക്കാൻ തോന്നുന്നുണ്ട്. ഇവൻ കാട് വിട്ട് വേറെ ഹണ്ടിങ് ഗ്രൗണ്ടിലോട്ട് പോകാന്നാണ് തോന്നുന്നു പറഞ്ഞത്. Perhaps another hunting ground. അതാ സാൻഡ്മാൻ. നൈസ്. അതായത് ഇവൻ ശക്തിയുള്ള ആൾക്കാരെ ഹണ്ട് ചെയ്യാനാണ് ഇവൻ്റെ സ്വഭാവം. അത് ഹണ്ടറാണ് ഇവൻ. ഹണ്ടർ ക്രേവൻ എന്നാണ് പറയുന്നത്. ക്രേവൻ ദ ഹണ്ടർ. അപ്പോൾ ഇവർ സ്പൈഡർമാൻ ഉള്ള സ്ഥലത്തോട്ട് ഹണ്ടിങ്ങിന് പോവാം. അപ്പോൾ ഇവന് സ്പൈഡർമാനായിട്ട് ഫൈറ്റ് വരുമല്ലോ. അതാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി. നൈസ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. സോ ഗൈസ്, നല്ല ട്വിസ്റ്റിൽ കൊണ്ട് ഗെയിം കൊണ്ട് നിർത്തിയിട്ടുണ്ട് സ്പൈഡർമാൻ 2 മാർവൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പാർട്ടായിട്ട് നോക്കാം. അപ്പം see you.